നാളെ കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആരായിരിക്കും ബെസ്റ്റ് ആക്ടർ എന്നതിനെ പറ്റി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? മമ്മൂട്ടി ആയിരിക്കോ ആസിഫ് അലി ആയിരിക്കോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ചർച്ചയും ഒരു പ്രതീക്ഷയും. മേ ബി ആസിഫ് അലിക്ക് കിട്ടിയേക്കാം എന്നൊരു ഇൻറ്റ്യൂഷൻ എനിക്ക് തോന്നുന്നുണ്ട്. ഫൈനലില് ഫഹദ് ഫാസിൽ, ടൊവിനോ തോമസ്, മോഹൻലാൽ ഇവരുടെയൊക്കെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വിജയരാഘവന്റെ പേര് കൂടി. അതെ, വിജയരാഘവൻ. അതെ, അപ്പൊ അഭിനയിച്ച സിനിമകൾ വെച്ച് നോക്കുവാണെങ്കിൽ മമ്മൂട്ടിക്ക് ഭ്രമയുഗത്തിന് കൊടുക്കേണ്ടതാണ് ഉറപ്പായിട്ടും. ആസിഫ് അലിയുടെ നോക്കുവാണെങ്കിൽ ക്രോസ് ലെവലുണ്ട്, കിഷ്കിന്ദ കാണ്ഡുണ്ട്, രേഖാചിത്രമുണ്ട്. അപ്പം ആസിഫ് അലിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല എന്ന കാരണത്താലും ഉറപ്പായിട്ടും ഞാൻ ആസിഫ് അലിനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്ക് അതൊരു കാരണമായിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഏതാണോ അതിന് കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ആയിരുന്നു ആ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വരുന്നു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ വർക്ക് ആകുമോ എന്നാണ് ആദ്യം തോന്നിയൊരു തോന്നൽ. കാരണം നമ്മൾ സിനിമയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ കാണുന്നത്. ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് പണ്ടത്തെ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകേണ്ട കാര്യം എന്താണെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ എത്രത്തോളം ഭയാനകമായ രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിക്കാം എന്നുള്ളത് രാഹുൽ സദാശിവൻ നമുക്ക് തെളിയിച്ചു തന്നു. അതുപോലെ മമ്മൂട്ടിയുടെ വേറൊരു വേർഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റി. അദ്ദേഹത്തിന്റെ നെഗറ്റീവ് റോളുകൾ നമ്മളിപ്പോൾ വിധേയൻ പോലെയുള്ള സിനിമകളൊക്കെ മുൻപും കണ്ടിട്ടില്ല എന്നല്ല. പക്ഷെ ഇത് വേറൊരു മമ്മൂട്ടി, വേറൊരു ലെവലിലുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വൈൻ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വർഷം കഴിയും തോറും ആ വീഞ്ഞിന്റെ ഏറ്റവും നല്ല വീര്യം കൂടിക്കൊണ്ടുവരുമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ആവർത്തനമായിരിക്കും മമ്മൂട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇതായിരിക്കും. തുടർച്ചയായി 2ാം വർഷവും മമ്മൂട്ടിക്ക് കിട്ടുന്നു എന്നുള്ള ലെവലിലായിരിക്കും നമുക്ക് ആ വാർത്തകൾ വരുന്നുണ്ടാവുക. ആസിഫ് അലിക്കാണെങ്കിൽ അതൊരു പുതിയത് എന്നുള്ള തരത്തിൽ, പ്രത്യേകിച്ച് ആസിഫ് അലി കരിയറിന്റെ ഒരു വളരെ മോശമായ ലെവലിൽ നിന്ന് കഴിഞ്ഞ വർഷം ഭയങ്കര അടിപൊളിയായിട്ടൊരു തിരിച്ചുവരവെന്നും പറയാൻ പറ്റില്ല, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരുപാട് വിമർശനങ്ങൾക്ക് ശേഷം നല്ല കുറച്ച് സിനിമകൾ ചെയ്ത് വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു കരിയർ പാത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഗ്രോ ചെയ്തു വരുന്ന ഒരു സമയമാണ്. ഇപ്പൊ കിഷ്കിന്ദ കാണ്ഡം പോലെയുള്ള സിനിമകളൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിലെ നടനെ കുറച്ചുകൂടി തേച്ചും എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് തോന്നിയിട്ടുണ്ട്. ഏത് ലെവൽ ഓഫ് കഥാപാത്രവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നടനാണ്. അപ്പോൾ അഭിനേതാവ് എന്ന നിലയിൽ ആസിഫ് അലി കുറെ തന്നെ മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് പ്രത്യേകിച്ച് പ്രകാശ് രാജൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ജൂറി ചെയർമാനായിട്ടൊക്കെ ഉള്ളത്. അപ്പൊ അവര് ആ ഒരു രീതിയിലായിരിക്കും പ്രകാശ് രാജിന്റെ സിനിമ വിലയിരുത്തലുകളെ ഞാൻ എന്നും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നതാണ്. അദ്ദേഹം സിനിമകളെ കുറിച്ച് പറയുന്നതും, രാഷ്ട്രീയം ഒരു ഭാഗത്ത് നിന്നിരുന്നാലും സിനിമയെക്കുറിച്ച് പറയുന്നതും സിനിമയെ നിരീക്ഷിക്കുന്നതും വേറെ തലത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റിൽ വരുമ്പോൾ മമ്മൂട്ടിക്കായിരിക്കും ആസിഫ് അലിക്കും. അപ്പം മമ്മൂട്ടിയാണോ മികച്ച നടൻ, ആസിഫ് അലിയാണോ മികച്ച നടൻ എന്നുള്ളതിന് നമുക്ക് ഉത്തരവില്ല. കാരണം മമ്മൂട്ടിയായിട്ട് ആസിഫ് അലിനെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രേക്ഷകരായിരിക്കും. പക്ഷെ അത് വന്ന കഥാപാത്രങ്ങളിൽ ഏതാണ്, എങ്ങനെയാണ് മികച്ചു വെക്കുന്നത്, എന്തൊക്കെയാണ് ജൂറി നോക്കുന്ന ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ നമുക്കിപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ സിനിമകളും ഓഫ് ബീറ്റ് സിനിമകളും അങ്ങനെയൊന്നും ഉള്ളൊരു വേർതിരിവ് ഇപ്പം ഇല്ല. ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ നമുക്ക് ഒരു അവാർഡിനായി അയക്കേണ്ട ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എന്നാൽ അതൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ മമ്മൂട്ടി ഉള്ളത് കൊണ്ടും രാഹുൽ സദാശിവൻ എന്ന ഒരു ഡയറക്ടർ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ അതിൽ മറ്റ് ആക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണെന്ന് പറയേണ്ടി വരും. കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇതിനെ എങ്ങനെയാണ് ഇത് ജൂറി എങ്ങനെ വിലയിരുത്താൻ പോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ സിനിമ, ഓഫ് ബീറ്റ് സിനിമ അങ്ങനെയുള്ള വേർതിരിവുകൾ നമുക്ക് അവാർഡുകളിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നിലകളിലോ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നൻപകൽ നേരത്ത് മയക്കം പോലെയുള്ള സിനിമകൾക്ക് കൊടുത്തപ്പോൾ തന്നെ ഇങ്ങേപ്പുറത്ത് അതുപോലെ തന്നെ ഹിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ജനപ്രീതി നേടിയിട്ടുള്ള സിനിമകളും അവാർഡുകൾക്കായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇക്കൂട്ടത്തിലേക്ക് അവാർഡ് പരിഗണിക്കുന്ന സിനിമകളിലേക്ക് ഫഹദ് ഫാസിലിന്റെ ആവേശമുണ്ട്. ആവേശം അവാർഡിന് ഇല്ലാത്ത സിനിമയല്ല എന്നല്ല, ആവേശത്തിന്റെ അഭിനയവും ആവേശത്തിൻ്റെ അകത്തുള്ള ഇമോഷൻസ്, ആ ഒരു സിനിമ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അന്യഭാഷക്കാരും ആഘോഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ മലയാള സിനിമയെക്കുറിച്ച് പ്രശംസിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആവേശം. പക്ഷെ ആവേശം പോലെ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് സിനിമയും ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമയും രണ്ടും കൂടെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഓഫ് ബീറ്റ് സിനിമ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള ബാരിയർ അവിടെ ഇല്ലാതെ ആയല്ലോ. എന്നെ സംബന്ധിച്ച് ഫസലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ അഭിനയം. അപ്പോൾ ആവേശം എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ ഒരു ഗ്യാങ്സ്റ്റർ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണത്. അദ്ദേഹത്തിന് മാത്രമല്ല ആ സിനിമയിൽ ഇപ്പൊ അംബാൻ പോലുള്ള ക്യാരക്ടേഴ്സ് ഏറ്റവും
ഏറ്റവും അവസാനം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അദ്ദേഹത്തിന് ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ ഇറങ്ങി വരുന്ന സമയത്ത് രംഗണ്ണന് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കുന്ന ഒരു അപ്പൂപ്പന് പോലും ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ലെയറുകളുണ്ട് ആ ഒരു സിനിമയ്ക്കകത്ത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അഭിനയത്തിനെ മാത്രം വിലയിരുത്തുന്ന ഒരു ജൂറി ആകട്ടെ ഇത്തവണത്തേതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സിനിമകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി ഹിറ്റ് ആണോ, ഓഫ് ബീറ്റ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആസ്പെക്റ്റുകളാണോ എന്നുള്ളതൊന്നും നോക്കാതെ പെർഫോമൻസിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഇനിയിപ്പം ഈ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത ഇപ്പം നമ്മൾ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ വിമർശനങ്ങൾ നേടിയിട്ടുണ്ട് ആ സിനിമ ഇറങ്ങിയ സമയത്ത്. പ്രതീക്ഷിച്ച രീതിയിൽ കൊമേഴ്ഷ്യലി അത് സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷെ ആ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ ആ സിനിമയ്ക്കാണെങ്കിലോ കിട്ടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനാണെങ്കിലോ കിട്ടുന്നത്. അതുപോലെ തന്നെ ടോവിനോയുടെ ARM. പക്ഷെ ARMലെ ടോവിനോയുടെ കഥാപാത്രത്തെ ബ്രഹ്മയുഗത്തിലെയും അല്ലെങ്കിൽ കിഷ്കിന്ധാകാന്ഡത്തിലെയും ഒക്കെ അഭിനയത്തോടെ എത്രത്തോളം നമുക്ക് മാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം അത്രയും വലിയ സിനിമകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ മമ്മൂട്ടിയുടെയും ആസിഫ് അലിയുടെയും സിനിമകൾ തന്നെ എടുത്തു പറയുന്നുണ്ടാവുക. നായകൻ മാത്രമല്ലോ, നായികമാരും ആരൊക്കെ ആണ് മത്സരിക്കുന്നത് എന്നുള്ളതും വലിയൊരു ചർച്ചയാണ്. ഇപ്പൊ നസ്രിയ നസീമിന്റെ പേര് വരുന്നുണ്ട്, അനശ്വര രാജിന്റെ പേര് വരുന്നുണ്ട്, അതുപോലെ കനി കുസൃതി, ദിവ്യപ്രഭ തുടങ്ങിയവരൊക്കെ പേര് ഇന്റർനാഷണൽ ലെവലിൽ കൂടെ ഇപ്പം വലിയ ചർച്ചയായിട്ടുള്ളതാണ്. ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറയുന്ന സിനിമയും ഇപ്രാവശ്യത്തെ ജൂറിയിൽ ഒരുപാട് എന്തെങ്കിലും തരത്തിൽ മെൻഷൻ ചെയ്തു പോയേക്കാം, ജൂറി പരാമർശം കിട്ടിയേക്കാം. അത്തരം ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. അപ്പൊ അത് അവാർഡുകളിൽ നല്ല പേരുകൾ വന്നേക്കും. പിന്നെ ടെക്നിക്കൽ സൈഡും കൂടെ നോക്കണം. അപ്പം മൊത്തത്തിൽ നമ്മൾ ആദ്യം നോക്കുന്നത് മികച്ച നടിയാര്, നടനാര്, സംവിധായകനാര്, സിനിമ. ഇതാണ് നമ്മളുടെ പ്രൈം പ്രയോറിറ്റിയിൽ വരുന്നത്. പക്ഷെ നമുക്കിനി പറയാൻ പറ്റില്ല, നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ നേരത്തെ. ഇപ്പം അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മികച്ച നടിയാര്, നടനാര് എന്നതിനേക്കാളും ഞാൻ നോക്കിക്കാണുന്നത് ഇത് കഴിഞ്ഞുള്ള വിവാദം എന്തായിരിക്കും എന്നുള്ളതാണ്. എല്ലാ കാലത്തും പുരസ്കാരം പ്രഖ്യാപിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു എതിരഭിപ്രായം ഉണ്ടാവും, അതൊരു വിവാദം ഉണ്ടാവും, അതൊരു ചർച്ചയുണ്ടാവും. ഇന്നയാൾക്കല്ല, ഇപ്പം മമ്മൂട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എതിരഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ടാവും, ആസിഫ് അലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എതിരഭിപ്രായം പറയുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അത് ഫീൽ ചെയ്യുന്നത്, ഓരോരുത്തർ ഓരോ രീതിയിലാണ് അതിനെ കാണുന്നത്. ചിലർ എന്റർടൈൻമെന്റ് ആയി മാത്രം കാണുന്നു, ചിലർ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് അതിനെടുക്കുന്നത്, ചിലർക്ക് വെറും ടൈം പാസ് മാത്രമായിരിക്കും, ചിലർ അതിനെ വളരെ ആധികാരികമായി കണ്ട് ക്രിട്ടിസൈസ് ചെയ്ത് അതിലെ പല ആസ്പെക്റ്റുകളും നോക്കി സിനിമ കാണുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ വെറുതെ എൻജോയ് ചെയ്യാൻ വേണ്ടി കാണുന്നത്. അങ്ങനെ പലതരത്തിലാണ് ആളുകൾ ഇത് റിസീവ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറിനെയാണ്, ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെടാം, അതല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് മാത്രം വെച്ചിട്ട് ഇഷ്ടപ്പെടാം, അതല്ലെങ്കിൽ ആ നടൻ അത് പെർഫോം ചെയ്തതുകൊണ്ട് നമുക്കത് ഇഷ്ടപ്പെടാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവാർഡ് ജൂറി എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഒരു സിനിമയെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. അഭിനയം, അല്ലെങ്കിൽ അത് നൽകുന്ന ഇമോഷൻസ്, അല്ലെങ്കിൽ അതിന്റെ മെസ്സേജ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ ക്രൈറ്റീരിയ. അത് പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ അവർ തന്നെ പറയും എന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്നുള്ളത് അവര് പറയും. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ കൂടെ മുൻനിർത്തിയല്ലേ എല്ലാം. അത് തന്നെയാണ് വിവാദത്തിലേക്കും കാരണമാകുന്നത്. എന്തായാലും അടുത്ത ദിവസം വരാൻ പോകുന്ന ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. അത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.